5 സുന്ദരികൾ. ഡിസംബർ 29 തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. പറയും മാഡം. ഞാൻ കൈലാഷിനെ പിന്തിരിപ്പിക്കാനുള്ള ഓരോരോ വഴികൾ ആലോചിക്കുന്നതിനനുസരിച്ച് പാർവതിയെ കല്യാണം കഴിക്കാനുള്ള അവന്റെ തീരുമാനം കൂടുതൽ സ്ട്രോങ് ആയി വരിക കരുണാകരൻ. മാഡം പറയണ കേട്ടിട്ട് ഈ കൈലാഷിന്റെ സമനില തെറ്റിയിരിക്കുന്ന എനിക്ക് തോന്നുന്നു. അവളെ കല്യാണം കഴിച്ച് ആ കുടുംബത്തിന്റെ കടങ്ങൾ മുഴുവൻ തീർക്കാന്ന് പറഞ്ഞ അതും ലക്ഷങ്ങള്. അവളെന്താ സ്വർഗത്തിൽ നിന്ന് അവന്റെ മുമ്പിലേക്ക് ചാടി വീണ അപ്സരസോ? അതായി എനിക്ക് മനസ്സിലാവാത്തത്. ലവ് ബ്ലൈൻഡ് ആണ്, പ്രണയം ഭ്രാന്താണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് വെറും ഭ്രാന്തല്ല, ചങ്ങലക്കിടേണ്ട കൊടും ഭ്രാന്ത. കാശ് എന്താ വെറുതെ കിട്ടുന്നതാണോ? അതെ, കാശ് വെറുതെ കിട്ടണതാ കരുണാകരൻ. അതെ മാഡം, കൈലാഷിനെ സംബന്ധിച്ചിടത്തോളം കാശ് വെറുതെ കിട്ടണാണല്ലോ. അവൻ നോക്കുമ്പോ അക്കൗണ്ടില് കണക്കില്ലാത്തത്ര കാശുണ്ട്. ആവശ്യമുള്ളത് എടുക്കാം, ദൂർത്തടിക്കാം. ആ കാശിന്റെ വില അവനറിയില്ലല്ലോ. കാരണം ഇത് അവൻ വേർത്തുണ്ടാക്കിയ കാശല്ലല്ലോ. PKR സാർ ഇത്രയും കാലം രാവും പകലും വിശ്രമമില്ലാതെ അധ്വാനിച്ച് സമ്പാദിച്ച കാശ. ഉറുമ്പ് അരിമണി സ്വരൂപിക്കുന്നത് പോലെ PKR സാർ സ്വരൂപിച്ചു വെച്ചതാ. അത് അവനതറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം കാശ് വെറുതെ കിട്ടണതാ. അവൻ അവളെ കെട്ടുന്ന സാഹചര്യം ഉണ്ടായ മാഡം കുറിച്ചു വെച്ചോ, അവൻ ഈ ഗാർമെന്റ്സ് അവൾക്ക് എഴുതി കൊടുക്കും. ഈ കമ്പനിയുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത് നടന്നവളെ ഞാൻ മാഡം എന്ന് വിളിക്കേണ്ടി വരും. ഈ കമ്പനിയുടെ CEO ആയ മാഡം 2 4 14 എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത അവളെ ഇവിടുത്തെ വരവ് ചെലവ് കണക്കുകളെ ബോധിപ്പിക്കേണ്ടി വരും. അതിന് ഞാൻ നിന്ന് കൊടുത്തിട്ട് വേണ്ടേ? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ ആ നിമിഷം ഞാൻ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങും. മാഡം എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അപ്പോ മാഡം തോൽവി സമ്മതിച്ചെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? കൈലാഷിനെ അവൾക്ക് വിട്ടുകൊടുക്കാൻ മാഡം തീരുമാനിച്ചോ? കൈലാഷിനെ അവൾക്ക് ലഭിക്കണമെങ്കിൽ ഈ മുക്ത ചാകണം. ഞാൻ അവിടെ ഇല്ലാതായി പോയി. അല്ലെങ്കിൽ മൂർക്കം പാമ്പിനെ കൊണ്ട് കൊത്തിച്ചിട്ടാണെങ്കിലും അവളെ കൊണ്ടുള്ള ശല്യം ഞാൻ അവസാനിപ്പിച്ചേനെ. അതിനു പറ്റിയ ആൾക്കാരൊക്കെ എന്റെ കസ്റ്റഡിയിലുണ്ട് മാഡം. പക്ഷേ ഞാൻ ഇവിടെ, നിങ്ങൾ അവിടെ ആയിപ്പോയില്ലേ. അല്ല, എങ്ങനെ നീങ്ങാനാ കൈലാഷിന്റെ പ്ലാൻ? നേരെ വാ നേരെ പോ, അതാണല്ലോ അവന്റെ ക്യാരക്ടർ. പാർവതിയെ ഇഷ്ടമാണെന്ന് അവളോട് പോലും പറയുന്നതിന് മുൻപ് അവളുടെ അച്ഛനോടും അമ്മയോടും പറയാനാ അവന്റെ പ്ലാൻ. അയ്യോ, അത് കുഴപ്പമാ മാഡം. കൈലാഷിനെ പോലെയുള്ള ഒരാൾ അവളെ കല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ട് ചെന്ന അയാൾ പിന്നെ കൂടുതലൊന്നും ആലോചിക്കില്ല. ആ ഉത്സവം നടക്കുന്ന ക്ഷേത്രത്തിൽ വെച്ച് തന്നെ അയാൾ അവളുടെ കെട്ട് നടത്തും. ഏയ്, അങ്കിളിനെ ആന്റിയെ അറിയിക്കാതെ അവരുടെ സമ്മതം വാങ്ങാതെ അവൻ അതിന് ഒരിക്കലും തയ്യാറാവില്ല. മാഡം, PKR സാറും സീതാ മാഡവും കല്യാണത്തിന് സമ്മതിക്കില്ലെന്നുള്ള പേടി അവനുണ്ടാവും. അവന്റെ പേടി മുതലാക്കി അവളുടെ തന്ത നിർബന്ധം പിടിച്ചാല് അവരെ അറിയിക്കാതെ അവളെ കെട്ടാൻ അവൻ തയ്യാറാവും. അതുമാത്രമല്ല, ആ രുദ്രപ്രതാപന് അവളെ കെട്ടാൻ ആഗ്രഹമുണ്ടെന്നല്ലേ പറഞ്ഞേ? നീ എത്രയും വേഗം അവളെ കെട്ടിയില്ലെങ്കിൽ ഞാൻ അവളെ രുദ്രപ്രതാപന് കെട്ടിച്ചു കൊടുക്കുന്നു അയാളൊരു ഭീഷണിയപ്പെടുത്തും. അപ്പോ അവളെ നഷ്ടപ്പെടാതിരിക്കാൻ അവനതിന് തയ്യാറാവൂലേ? പക്ഷേ പാർവതിയുടെ അച്ഛൻ അവളെ രുദ്രപ്രതാപനെ കെട്ടിച്ചു കൊടുക്കുകയൊന്നുമില്ല. അയാളെ കാണുന്നത് പോലും അവളുടെ അച്ഛനെ കലിയ. മാഡം, പാർവതി അയാള് രുദ്രപ്രതാപന് കെട്ടിച്ചു കൊടുക്കുന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. രുദ്രപ്രതാപന്റെ പേരും പറഞ്ഞ് അയാള് കൈലാഷിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന വീട്ടിൽ വന്ന കുബേരനല്ലേ മാഡം? ഏതു വിധേനയും അവനെ പിടിച്ചു നിർത്താൻ അയാൾ ശ്രമിക്കില്ലേ? ഞാൻ എന്ത് വേണമെന്നാ കരുണാകരൻ പറഞ്ഞു വരുന്നേ? രുദ്രപ്രതാപന്റെ ഹെൽപ്പ് മേടിക്കാൻ പോകുന്നല്ലേ മാഡം എന്നോട് പറഞ്ഞത്. എന്നിട്ട് മാഡം അയാളോട് കാര്യങ്ങൾ സംസാരിച്ച? ഞാൻ സംസാരിച്ചു. അയാൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വർക്ക്ഔട്ട് ആകാൻ 2 ദിവസം എടുത്തേക്കും. 2 days. അത് വലിയൊരു കാലയളവാ. കാരണം പാർവതിയെ എനിക്ക് കല്യാണം കഴിച്ചു തരണമെന്ന് അവളുടെ അച്ഛനോട് പറയാൻ കൈലാഷിന് 2 ദിവസമോ 2 മണിക്കൂറോ പോലും വേണ്ട. സൗകര്യത്തിലൊന്നും അടുത്ത് കിട്ടിയാൽ മാത്രം മതി.
അത് ശരിയാ മാഡം. അയാളോട് സംസാരിക്കാൻ അവന് സാവകാശം ലഭിക്കരുത്. പ്രണയത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയവും അവന് ലഭിക്കരുത്. അതിന് നമ്മളൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യണം. പ്രശ്നം ക്രിയേറ്റ് ചെയ്യും. മാഡം ഒന്ന് തെളിച്ചു പറ. എന്റെ മനസ്സില് ഒരു ഐഡിയ ഉണ്ട്. ഞാനിത് പറഞ്ഞു തരാം. നിങ്ങൾ അതുപോലെ ചെയ്യൂ. പറയൂ മാഡം. മനസ്സിലായോ? മനസ്സിലായി മാഡം. ഇത് ഞാൻ ഏറ്റു. ഒരു പിഴവും സംഭവിക്കരുത്. അങ്കിളിനെ മുൻനിർത്തിയാ നമ്മൾ കളിക്കാൻ പോകുന്നത്. വളരെ ഇന്റലിജന്റ് ആയ ബിസിനസ്മാൻ ആണ് അങ്കിള്. അത്ര എളുപ്പത്തിലൊന്നും അങ്കിളിനെ വിശ്വസിപ്പിക്കാൻ കഴിയില്ല. അങ്കിളിനെ അപ്രോച്ച് ചെയ്യുമ്പോ അത് മനസ്സിലുണ്ടാവണം. PK സാറിന് എനിക്കറിയാവുന്നത്തോളം മാഡത്തിന് അറിയില്ലല്ലോ. വളരെ നൈസായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. കൈലാഷ് എന്ന് കേൾക്കുമ്പോ തന്നെ അങ്കിള് ദേഷ്യം കൊണ്ട് വിറയ്ക്കണം. ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത അങ്കിളുടെ മറ്റൊരു മുഖം കൈലാഷ് കാണണം. കുറച്ചു ദിവസത്തേക്ക് പാർവതിയെ കുറിച്ചുള്ള ചിന്ത അവന്റെ മനസ്സിലേ ഉണ്ടാവരുത്. അതിന് ഞാൻ നോക്കിയിട്ട് ഇതാണ് ഏറ്റവും നല്ല വഴി. തീർച്ചയായിട്ടും മാഡം. ബാക്കി ഞാൻ നോക്കിക്കോളാം.